സമരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവായിട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശ്രദ്ധ അങ്ങനെ കോൺഗ്രസിനെയോ അദ്ദേഹത്തിൽ പരാമർശിക്കാത്തതുകൊണ്ടാണ്. ആ ഒരു വിഷയം യഥാർത്ഥത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിനകത്ത് വലിയ താല്പര്യമില്ല. പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും ഒരു ഘട്ടം മുതൽ ജൂൺ 20-നാണ് ഈ സമരം ആരംഭിച്ചത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ അവിടെ പോയിട്ടുണ്ട് ഈ നാളുകളിൽ. ശ്രീ രാഹുൽ ഗാന്ധി ഈ ജന്തർ മന്ദർ സമര കേന്ദ്രത്തിൽ ഇതുവരെ പോയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പോയിട്ടുണ്ടോ? ഉണ്ടോ? പോയിട്ടില്ല. അല്ല, ഇനി ഞാൻ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ എന്ന് വിചാരിച്ച് ചോദിച്ചതാണ്. പോയിട്ടില്ല. കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് പ്രയാസം ഉണ്ടാക്കേണ്ടതില്ല. പാർലമെന്റ് സഭ ജൂലൈ 20 തുടങ്ങുമ്പോൾ അവിടെ ഉന്നയിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ നേതാക്കന്മാർ ചർച്ച ചെയ്യും. അവിടെ എന്ത് അഭിപ്രായങ്ങളും പറയാം. പക്ഷേ ഇടതുപക്ഷ പാർട്ടികളാണ് ഈ വിദ്യാർത്ഥികളുടെ സമരം, അതാണ് ഒന്നാമതായിട്ട് അവിടെ ചർച്ച ചെയ്യേണ്ടതെന്ന് ആവശ്യപ്പെട്ടത്. ഇനി നിങ്ങൾ അന്വേഷിക്കുക. അന്വേഷണ പത്രപ്രവർത്തകരാണല്ലോ നിങ്ങൾ. മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ എന്ത് നിലപാടാണ് എടുത്തത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ഉദ്ദേശിച്ചില്ല. അപ്പം ഇത് ഈ ജന്തർ മന്ദറിൽ നടന്ന സമരവുമായി ബന്ധപ്പെട്ട് അതിലെടുക്കേണ്ട സമീപനത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് ഒരു ഘട്ടത്തിൽ ഒരു സംശയം ഉണ്ടായിട്ടില്ല. എന്നാൽ ജന്തർ മന്ദറിൽ നടന്ന സമരത്തെക്കുറിച്ച് പ്രതിപക്ഷത്തു നിന്ന് തന്നെ പലരും പല സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് ആ സംശയങ്ങൾ ഉന്നയിച്ചതെന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ സ്വാഭാവികമാണ്. സംശയം ഉന്നയിക്കാനുള്ള അവകാശം നമുക്കില്ലേ? ജനാധിപത്യ സ്വാതന്ത്ര്യം രാജ്യത്തുണ്ടാവണമെന്ന് പറയുമ്പോൾ സംശയങ്ങൾ ഉന്നയിക്കാനുള്ള ആവശ്യവും സാഹചര്യവും ഉണ്ടാവണം. എന്നാൽ ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീ ഖാർഗെയും മറ്റു കോൺഗ്രസ് എംപിമാരുമെല്ലാം യോജിച്ച് നീങ്ങാൻ തീരുമാനിച്ചു. അപ്പം അദ്ദേഹം മാത്രമല്ല, അവിടെ ജോൺ ബ്രിട്ടാസും എ റഹീമും രാധാകൃഷ്ണനും ശിവദാസനും തമിഴ്നാട്ടിൽ നിന്നുള്ള സു വെങ്കടേശനും അമരാറാം എല്ലാ പ്രതിപക്ഷ എംപിമാരും ഉണ്ടായിരുന്നു. ശ്രീ രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് തന്നെ എംപിമാരുടെ ഒരു ശക്തമായ നീക്കം ഉണ്ടാകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ്. അപ്പോൾ ആ നിലയിൽ ശ്രീ രാഹുൽ ഗാന്ധി പങ്കുവഹിച്ചത്, വൈകിട്ടാണെങ്കിലും പങ്കുവഹിച്ചത് ഞങ്ങൾ സ്വാഗതം ചെയ്യുക തന്നെയാണ്. ഇതും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനകത്ത് സംശയമില്ല. അല്ല, അതില് പ്രായമായവർക്ക് നല്ല നിലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നാണല്ലോ ഇപ്പോൾ ലോകകപ്പ് ഫുട്ബോൾ നടന്നപ്പോൾ. സാധാരണ 30 വയസ്സിലൊക്കെ എല്ലാം റിട്ടയർ ചെയ്യും. 39 വയസ്സുള്ള ലയണൽ മെസ്സി അർജന്റീനിയൻ ടീമിനെ ഫൈനൽ വരെ കൊണ്ടുവന്ന് എത്തിച്ചു. അതുപോലെ ക്രിസ്ത്യാനോ റൊണാൾഡോ 41-42 വയസ്സായി. അദ്ദേഹം കഴിഞ്ഞ 6 ലോകകപ്പുകളിലും ഗോളടിച്ചു, ഈ ലോകകപ്പിലും ഗോളടിച്ചു. അപ്പോൾ കഴിവും പ്രതിഭയും ഉണ്ടെങ്കിൽ പ്രായമൊന്നും പ്രശ്നമല്ല, പ്രായത്തെ മറികടക്കാം. പക്ഷേ പുതിയ തലമുറയ്ക്ക് വലിയൊരു പങ്ക് വഹിക്കാറുണ്ട്. പുതിയ തലമുറയെ കൂടി പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഏൽപ്പിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ട ജോലി പഴയ തലമുറ നിർവഹിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നതാണ്. പരിചയസമ്പന്നത പ്രതിഫലിക്കുന്ന പരിണിതപ്രജ്ഞരായ നേതാക്കന്മാർ, ഉശിരും ഉന്മേഷവും ത്യാഗസന്നദ്ധതയും ഒക്കെ വേണ്ടുവോളമുള്ള പുതിയ തലമുറ ചെറുപ്പക്കാർ, ഇത് രണ്ടും കൂടെ ചേരുന്ന ഒരു ചേരുവയാണ് രാജ്യത്തിന് ആവശ്യമെന്ന് ഈ സമരവും തെളിയിച്ചിരിക്കുന്നു. 72 വയസ്സായിട്ടുള്ള ഞാനും അവിടെ ഡൽഹിയിലുണ്ടായിരുന്ന ദിവസമെല്ലാം ഉണ്ടായിരുന്നു. അതിനേക്കാൾ പ്രായമുള്ള ഡി രാജ അവിടെ ഉണ്ടായിരുന്നു. മറ്റൊരുപാട് നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു, പ്രായം ചെന്നവർ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരണം.
അല്ല, ഈ ചെറുപ്പക്കാര് ഏതെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ബന്ധം ഇല്ലാത്തവർ നല്ല തോതിലുണ്ട്, ബന്ധമുള്ളവരുമുണ്ട്. ഈ CJP-യിൽ തന്നെ ഇപ്പൊ കേരളത്തിൽ CJP-യുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകയായിട്ട് വന്ന ഒരു വളരെ മിടുമിടുക്കിയായിട്ടുള്ളൊരു കുട്ടി, ആ കുട്ടി SFIയിൽ ചേർന്നിട്ടുണ്ട്. അപ്പോൾ SFIയും CJP-യും ഏതാണ്ട് ലയിച്ചു പോകാവുന്നതാണെന്നുള്ളൊരു സങ്കല്പം ഉണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഈ വിദ്യാർത്ഥികളുടെയും ചെറുപ്പക്കാരുടെയും ജെൻസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന പ്രയോഗമുണ്ടല്ലോ. പുതിയ പുതിയ പേരുകളും വരുന്നുണ്ട്, ആൽഫ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട് പുതിയ. നമ്മളവിടെ അപ്ഡേറ്റ് ആയിട്ടിരിക്കണം, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം പുതിയ പദങ്ങൾ വരും. ആ സമൂഹത്തിന് ചില സവിശേഷതകളുണ്ട്. അപ്പോൾ കൂടുതൽ സമയം ഞാൻ എടുക്കുന്നില്ല. അവരെ പൊതുവിലോ ഇവരൊന്നും ഗൗരവമുള്ള രാഷ്ട്രീയമൊന്നും ഉള്ളവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിക്കാണുന്ന ഒരു പ്രവണത എൻ്റെ പ്രായത്തിലൊക്കെ പെട്ട പലർക്കും ഉണ്ട്. എന്നാൽ നമുക്കറിയാം, കോവിഡ് വന്നപ്പോൾ, വെള്ളപ്പൊക്കം വന്നപ്പോൾ ഇവർ മുഴുവൻ സജീവമായിരുന്നു. ഞാൻ ചില അഭയാർത്ഥി ക്യാമ്പുകളിലും ഭക്ഷണം കൊടുക്കുന്നതും ചെന്നപ്പോൾ പ്രായം ചെന്ന ചിലർ സഖാവി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതിനകത്തുണ്ട്? ഇല്ലില്ല, ഞാനല്ല, എൻ്റെ മോള്. അവൾ താണ്ട് രാത്രി 11:30 മണിയായി പോവാമെന്ന് പറഞ്ഞ്, അച്ഛാ നിൽക്ക്, ഞാൻ 12 മണിക്ക് വരാം, അത്രയും നേരം ജോലിയുണ്ട്. അപ്പോൾ ഇതൊരു പുതിയ കാര്യമാണ്. അപ്പം രാജ്യത്തെ ബാധിക്കുന്ന കാര്യങ്ങളിലും പുതിയ തലമുറ നമ്മൾ മനസ്സിലാക്കാത്ത തരത്തിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വയം കാര്യങ്ങൾ ഉൾക്കൊണ്ട് സജീവമായി പ്രതികരിക്കുന്ന ഒരു പ്രവണത ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. മംദാനിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ രംഗത്തിറങ്ങിയത് ഈ പുതിയ ചെറുപ്പക്കാരുടെ തലമുറയാണ്. അമേരിക്ക, ന്യൂയോർക്കിൽ മേയർ സ്ഥാനത്തേക്ക്. അപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട പുതിയ വിഷയങ്ങളുണ്ട്. അത് ഈ സമര വിജയത്തിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട, ആർക്കും തടുത്തു നിർത്താൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു അവിടെ അവിടെ പോകുമ്പോൾ പലരും വന്ന് പരിചയപ്പെടുമ്പോൾ എവിടുന്നാ വരുന്നു? വിജയവാഡയിൽ വന്നു, ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ആര് കൊണ്ടുവന്നു? ഞങ്ങളിങ്ങനെ പോന്നു. എൻ്റെ ചില കൂട്ടുകാരുടെ മക്കൾ ഇതേപോലെ കേരളത്തിൽ നിന്ന്, സഹാവേദാൻ്റെ അവള് ഒരു മോളാണ്, ടിക്കറ്റ് എടുത്ത് ഡൽഹിയിൽ പോകാന്ന് പറയുന്നു. എന്ത് വേണം? ഞാൻ ഒരു കുഴപ്പമില്ല, അവള് പോട്ടെ. അപ്പം വളരെ ആവേശവും പ്രതീക്ഷയും ജനിപ്പിക്കുന്ന ഒരു പുതിയ പ്രവണതയും പ്രതിഭാസവുമാണ് ഇതെന്നുള്ളതിനകത്ത് സംശയമില്ല. നേരത്തെ സോഷ്യൽ മൂവ്മെന്റ് ആയിട്ട് വന്നതാണ്. പക്ഷെ പിന്നീട് ഒരു ഹിന്ദുത്വ സമീപനം അടിസ്ഥാനത്തിലുണ്ടായി. അതുപോലെ അല്ല, നമുക്ക് ഇന്ന് ഓരോരുത്തരും എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്ക് ഇതിൽ വിലയിരുത്തൽ നടത്താൻ പറ്റുള്ളൂ. നാളെ ഇത് എന്തായിത്തീരും എന്നുള്ളതിനെ കുറിച്ച് പൂന്താനം എഴുതിയിട്ടുള്ള വരികളുണ്ടല്ലോ, അതേ പറയാൻ പറ്റുള്ളൂ. അത് നമ്മൾ കാത്തിരുന്ന് കാണുക. എന്തിനേയും സംശയിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ ഇവർ വളരെ നല്ല സജീവമായ ധീരമായ ഒരു നിലപാടെടുക്കുന്നു. അതിന് നമ്മൾ പ്രയോജനപ്പെടുക. നാളെ നമ്മൾ തന്നെ എന്തായി തീരുമെന്ന് ആർക്കറിയാം? നമ്മൾ നേരെ ചൊവ്വയൊക്കെ നമ്മൾ സമൂഹത്തോടുള്ള ഉത്തരവാദിത്തോട് നിൽക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, നമ്മളെ സ്വയം ശാസിക്കാം. അതിനപ്പുറം നമുക്കൊന്നും പറയാൻ പറ്റില്ല. ആ സമയത്ത് കോൺഗ്രസ് പറയുന്നത് സമാനമായ കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിമീനാണ് ചെയ്യുമ്പോൾ ചലക്കുകയും അതിനെ രക്ഷാപ്രവർത്തനം ന്യായീകരിക്കുകയും. അപ്പോൾ ഈ വിഷയത്തിൽ ഇരട്ടത്താപ്പുണ്ടോ എന്ന് ചോദ്യം കോൺഗ്രസ് ഉൾപ്പെടുത്തുകയില്ല. ജനറൽ കൺട്രോളിലെ പോലീസ് നടപടിയെടുത്ത് ഇവിടെ കേരളത്തിൽ ജനാധിപത്യമായിട്ട് നിഷേധിച്ച് യുവാക്കളെ പോലീസ് നിയമിക്കുന്നത് ആ പോലീസുകാർക്കെതിരെ നടപടി ഇല്ലാതിരിക്കുന്നത് അതിനെ രക്ഷാപ്രവർത്തനം വിളിച്ച് ന്യായീകരിക്കുന്നത് ആ അതൊരു ഇരട്ടത്താപ്പുണ്ടോ എന്ന ചോദ്യം പലപ്പോഴും ഉന്നയിക്കപ്പെടുകയും. ഈ വിഷയം പലതവണ ഇവിടുത്തെ ഒരുപിടി നേതാക്കന്മാർ നിങ്ങളുടെ മുമ്പിൽ വിശദീകരിച്ചൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് പുതിയ എന്തെങ്കിലും ഇപ്പം പറയേണ്ടതായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേ ഉള്ളൂ അതിനെക്കുറിച്ച്. ഇല്ല ഇതിനെ രണ്ടിനെയും താരതമ്യപ്പെടുത്താവുന്നതുമല്ല.